Audio Jungle. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രസാദ്. ഒരു 60-70 വയസ്സെല്ലാം കഴിഞ്ഞാൽ പൊതുവേ എല്ലാവരുടെയും ധാരണയുണ്ട്, ഇനി എന്ത് വ്യായാമം ചെയ്യാനാ, ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിടന്ന് നരകിച്ച് മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? കാല് മുറിക്കണം, കണ്ണു പോകണം, കിഡ്നി പോകണം, അറ്റാക്കെല്ലാം വന്ന് കഷ്ടപ്പെട്ട് മക്കളെ മരുമക്കളെ നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടിച്ച് ഇതൊന്ന് പോയി കിട്ടിയാൽ മതി എന്ന് അവർ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്ന് ആഗ്രഹമുണ്ടോ? ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ജീവിതം എത്ര കാലം ഉണ്ടോ അത്രയും കാലം ആസ്വദിക്കാൻ പറ്റുമത്. ഓക്കെ, നമ്മൾ ഒരു ദിവസം നമ്മൾ മരിക്കും, പോയേ പറ്റൂ. പക്ഷെ ആ പോകുന്ന അന്ന് വരെ നല്ല ആരോഗ്യത്തിൽ ജീവിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒരു പ്ലാനിങ് ഇതിന് വേണം. ഇതിൻ്റെ ഏറ്റവും അടിത്തറ എന്നിട്ടുള്ളൂ. ഗ്ലൂക്കോസിനെ, കൊഴുപ്പിനെ എനർജി ആക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല. വ്യായാമം ചെയ്തേ പറ്റും. ഒപ്പം ഡയറ്റ് കൺട്രോളും വേണം. അത് ഡയറ്റ് കൺട്രോൾ വളരെ ഈസി, നമുക്ക് നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് പഠിച്ചിട്ട് മനസ്സിലാക്കി ചെയ്താൽ മതി. പക്ഷെ വ്യായാമത്തിൻ്റെ പ്ലാനിങ് ഇത്രയും കാലം ഒന്നും ചെയ്യാത്ത ആളുകൾക്ക് അത് തുടങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഏറ്റവും ആദ്യം പോകേണ്ടത് മടിയാണ്. അവിടെ മനസ്സിൽ ചിന്തിക്കണം, ഗ്ലൂക്കോസ്, കൊഴുപ്പ്, എനർജി അങ്ങനെ ഒരു മരുന്നില്ല, ചെയ്തേ പറ്റൂ, നിങ്ങൾ തന്നെ ചെയ്തേ പറ്റൂ. അല്ലാതെ എന്താ പറയുക, നമ്മൾ പണിക്കാരൻ നിന്നിട്ട് അവരെ കൊണ്ട് വ്യായാമം ചെയ്യിച്ചിട്ട് നമ്മൾ നോക്കിയിരുന്ന് കൈയടിച്ചാൽ മതിയോ? സോ നിങ്ങളുടെ രക്തത്തിൽ ഗ്ലൂക്കോസും കൊഴുപ്പും അടിയാതിരിക്കണമെങ്കിൽ വ്യായാമങ്ങൾ ചെയ്തേ പറ്റൂ. അതെങ്ങനെയുള്ള വ്യായാമങ്ങളായിരിക്കണം? ഒരു പ്രായം കഴിയുമ്പോൾ ജിമ്മിൽ പോലെ തലകുത്തി മറിയിലോ ഒന്നുമല്ല വേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള എല്ലാ മസിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലാനിങ്ങോടുകൂടി ചെറിയ വ്യായാമം, ഫ്രണ്ട് ഫോറാം, ബാക്ക് ഫോറാം, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഡെൽറ്റോഡ്, ചെസ്റ്റ്, ബാക്ക്, അബ്ഡോമൻ, ലോവർ ബാക്ക്, തൈസ്, കാഫ്, അങ്ങനെ എല്ലാ ഗ്രൂപ്പും ഉൾക്കൊള്ളിച്ച സിമ്പിൾ വ്യായാമങ്ങൾ ചെറുതായിട്ട് തുടങ്ങിയിട്ട് പതുക്കെ അതിൻ്റെ എണ്ണം കൂട്ടി വരണം, കടുപ്പം കൂട്ടി വരണം. 40 വയസ്സ് 50 വയസ്സ് റേഞ്ച് കഴിയുമ്പോഴേക്കും സാക്കോപ്പീനിയ തുടങ്ങും, മസിൽ വേസ്റ്റിംഗ് തുടങ്ങും. സോ മസിൽ ബിൽഡിങ് അത്യാവശ്യം. സോ മസിൽ ബിൽഡിങ്ങിന് ഇത് ചെയ്യുമ്പോൾ ചെറിയ ഒരു വെയിറ്റ്, അത് നിങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് 1 കിലോയോ പിന്നെ അത് 1.5 കിലോയോ 2 കിലോ 3, അതൊക്കെ നമുക്ക് സാധാരണ ഒരു വടിക്കഷ്ണം മതി കയ്യിലേ, അല്ലെങ്കിൽ ഒരു ചെറിയ ഇരുമ്പിൻ്റെ, അല്ലെങ്കിൽ അതനുസരിച്ചും കൂടി PVC പൈപ്പ് പോലെ വലുപ്പത്തേക്ക് അതിനുള്ളിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് റോഡ് ഉണ്ടാക്കിയെടുക്കുക. ആ വടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ആരോഗ്യത്തിനനുസരിച്ച് കൂടുതൽ നമ്മൾ ശീലിക്കുന്നതോറും ആ വെയിറ്റ് അല്പം കൂട്ടി കൊണ്ടുവരണമെന്നൊന്ന് മനസ്സിലുണ്ടാകണം. പ്രോഗ്രസീവ് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കണം. ആൻഡ് അതിൻ്റെ എണ്ണവും പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക, കടുപ്പവും പതുക്കെ കൂട്ടുക, സ്പീഡ് പതുക്കെ കൂട്ടുക. അപ്പോൾ വളരെ ചെറുതായിട്ട് തുടങ്ങിയിട്ട് പതുക്കെ കൂട്ടി വന്ന് മസിലിൻ്റെ ടോണിങ് ചെയ്യണം കറക്റ്റായിട്ട്, റൈറ്റ്? സോ മസിൽ വേസ്റ്റിങ്ങിന് പകരം മസിൽ ബിൽഡിങ്, ഗ്രാജ്വൽ ബിൽഡിങ് ചെയ്തിട്ടിരിക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് ഹൃദയത്തെയും തലച്ചോറിനെയും കിഡ്നിയേക്കാൾ പ്രധാനപ്പെട്ട അവയവമാണ് മസിൽ. നമ്മുടെ മസിൽസിലാണ് ഗ്ലൂക്കോസിൻ്റെയും ഫാറ്റിൻ്റെയും മെറ്റബോളിസം നടക്കുന്നത്. ഗ്ലൂക്കോസും ഫാറ്റൊക്കെ എനർജി ആകുന്നത് മെയിനായിട്ട് മസിൽസിൻ്റെ അകത്താണ്, 95%. സോ ആ മസിൽ ബൾക്ക് കൂടുന്നത്, മസിലോട്ട് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിൽ കാണുക. സോ മസിൽ സ്പെസിഫിക് എക്സസൈസസ്. അടുത്തത്, ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഹൃദയാഘാതം വന്ന് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഡൻ ഡെത്ത്. സോ അതിൽ മൈൽഡ് കാർഡിയക് എക്സസൈസുകൾ, അല്ല തലകുത്തി മറിഞ്ഞുള്ള കാർഡിയക് എക്സസൈസ് അല്ല പ്ലാൻ ചെയ്യേണ്ടത്. അതിനൊക്കെ ട്രെയിനിങ്, ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനായിട്ട് ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചെടുക്കുക ചെയ്യുക. സോ അതും ഗ്രാജ്വലി കൂട്ടി വന്ന് ചെറുതായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ഇത്രയും കാലം നിങ്ങൾ എന്തൊക്കെ വ്യായാമങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്നനുസരിച്ചാണ് നിങ്ങളുടെ എക്സസൈസ് ടോളറൻസ്. സോ അതനുസരിച്ച് വളരെ പ്ലാൻഡ് ആയിട്ട് കാർഡിയക് എക്സസൈസ് ചെയ്യണം. ഈവൻ ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ചെയ്തവർ പോലും റെഗുലറായിട്ട് കാർഡിയക് എക്സസൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ വീണ്ടും അതിനേക്കാൾ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകും നിങ്ങൾ. ഒപ്പം ഹൃദയം ഏറ്റവും കൂടുതൽ ജോലി ബുദ്ധിമുട്ട് ചെയ്യുന്നത് തലച്ചോറിലേക്കും കയ്യിലേക്കും കാലിലേക്കും രക്തം പമ്പ് ചെയ്യാൻ വേണ്ടിയാണ്. സോ കയ്യിലേക്കും കാലിലേക്കും രക്തോട്ടം കൂട്ടുമ്പോൾ തന്നെ, അതിനുള്ള പ്രത്യേക വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ എത്ര ജോലി ഭാരം കുറയുന്ന ആലോചിച്ച് നമുക്ക്. ഒരു മോട്ടോർ പമ്പ് ചെയ്യുമ്പോൾ പെരിഫറൽ റെസിസ്റ്റൻസ് കുറച്ചാൽ കിട്ടുന്ന ഗുണമല്ലേ ഇവിടെ സംഭവിക്കുന്നത്. സോ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അവിടെ പോലും മസിൽ ടോണിങ് കറക്റ്റ് അല്ല എങ്കിൽ മസിൽ ടൈറ്റ് ആയാലും പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുന്നുറങ്ങണം. സോ വളരെ പ്ലാൻഡ് ആയിട്ടാണ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്, ഈ പ്രോഗ്രസീവ് വെയിറ്റ് ട്രെയിനിങ് ചെയ്യേണ്ടത്. ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂട്ടണം. അപ്പോൾ അവിടെ അടുത്തൊരു പ്ലാനിങ് വേണ്ടത്, രക്തക്കൊള്ള അടിഞ്ഞെടുക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും ഉണ്ട്, അത് മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം.
അതിന് അന്നന്ന് കഴിക്കണ ഗ്ലൂക്കോസും കൊഴുപ്പാണ് എനർജിക്ക് എടുക്കുക ശരീരം. സോ ആ ഗ്ലൂക്കോസും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുവന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ മസിൽ ട്രെയിനിങ്, മസിൽ എല്ലാ മസിൽസ് ഉപയോഗിച്ചുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതനുസരിച്ച് ഗ്രാജുവൽ അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിത്തീർന്നു അതിൻ്റെ മുകളിലേക്ക് വ്യായാമം വരുന്നതോടെ എക്സസീവ് ഫാറ്റ് മാസ് എടുക്കാൻ തുടങ്ങുന്നു. നമ്മുടെ വയറ് കുറയാൻ തൊട്ട് അനാവശ്യ കൊഴുപ്പ് കത്താൻ തുടങ്ങുന്നു. ഫാറ്റി ലിവറിൻ്റെ അത് പോകാൻ തുടങ്ങുന്നു. ബ്ലഡ് വെസൽസിൻ്റെ ഭിത്തിയിലെ ബ്ലോക്കുകൾ ചെറുതായേക്കാം. പ്ലാക്ക് റിഗ്രഷൻ സംഭവിച്ചേക്കാം ചെറുപ്പക്കാർക്ക്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ 50-60 വയസ്സെല്ലാം കഴിഞ്ഞാൽ കാൽസിഫിക്കേഷൻ വരും. ബ്ലോക്സ് എല്ലാം തന്നെ അത് മുരിങ്ങാക്കോല് പോലെ ആയിരിക്കും മുഴകൾ ഇങ്ങനെ. അതെല്ലാം കാൽസിഫൈഡ് ആയിരിക്കും പലർക്കും. സോ അത് രണ്ടാമത് ചെറുതാകാൻ എളുപ്പമല്ല. പക്ഷെ അവർക്ക് പ്ലാൻഡ് ആയിട്ടുള്ള കാർഡിയക് എക്സസൈസും പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ളതും ബ്ലഡ് ഫ്ലോ കൂട്ടാനുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതോടുകൂടി കൊളാട്രൽസ് ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ബ്ലഡ് ഫ്ലോ കൂട്ടി എല്ലാ അവയവത്തിലേക്ക് രക്തോട്ടം കൂടിയിട്ട് ഏജിങ് പ്രോസസ് വിൽ ബി റിവേഴ്സ്ഡ്. എന്താണ് ഏജിങ് പ്രോസസ്? എല്ലാ കോശങ്ങളിലേക്കും അവയവത്തിലേക്ക് രക്തസഞ്ചാരം കുറയുന്നതാണ് ശരിക്കും ഏജിങ് പ്രോസസ്. ഇത് നമ്മൾ റിവേഴ്സ് ചെയ്യും. സോ ഇതൊരു പ്ലാൻഡ് പാക്കേജ് ആണ്. അല്ലാതെ വെറുതെ പോയിട്ട് വ്യായാമം എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് സോടിപ്പൊട്ടി പുത്തനച്ച് പുരപ്പുറം തുടക്കുന്നു, വളരെ തലകുത്തി മറിഞ്ഞ് അതും ഇതൊക്കെ ചെയ്യും. അടുത്ത ദിവസം എഴുന്നേറ്റ് നടക്കാനാവുന്നില്ലാതെ കിടപ്പാകും. സോ 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രം ചെയ്ത് കുറച്ച് എണ്ണം ചെയ്ത് ഗ്രാജുവൽ ഇത് കൂട്ടി വന്ന് ഒരു 1-2 ആഴ്ച വെൽ ഗൈഡഡായിട്ട് വളരെ പ്ലാൻഡ് ആയിട്ട് ഇത് ചെയ്യും. ഞാനിതാണ് എൻ്റെ എല്ലാ ക്ലയൻസിനെ കൊണ്ട് ചെയ്യുക. കാരണം എനിക്ക് രോഗികളെന്ന് പോലും വിളിക്കാൻ ഇഷ്ടമല്ല അവരെ. എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ രോഗികളില്ല. അവരുടെ മാനസികാവസ്ഥ വരെ മാറിക്കഴിയും. സോ നാളെ കാല് കണ്ണ് കിട്ടുന്നു പോകാതിരിക്കാനായിട്ട് എന്തു തിരിച്ചറിഞ്ഞ് ആ ഒരു ട്രെയിനിങ് 1-2 ആഴ്ച പിന്നെ നിങ്ങൾക്ക് ജീവിതകാലവും ഇതൊരു ഹാബിറ്റായി മാറട്ടെ. പിന്നെ നിങ്ങൾ ചെയ്തിരിക്കും പല്ല് തേക്കുന്ന പോലെ കുളിക്കുന്ന പോലെ ഇതൊരു ശീലമായി മാറും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രായം കഴിയുമ്പോൾ കുനിയാനും നിവരാനും തിരിയാനും അറിയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കിടന്നുകൊടുന്ന് എഴുന്നേക്കാനൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. സോ അതിനാണ് സ്ട്രെച്ചുകൾ, ബെൻഡുകൾ, ടേൺസ്, അതുപോലെ യോഗ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചേർത്തുണ്ട്. ഇതിൻ്റെ കൂടെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യിച്ച് ഓക്സിജനേഷൻ നന്നാക്കിയെടുക്കണം. റൈറ്റ്? നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങളുടെ ലൈഫേ മാറും, നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ ലെവലേ മാറും. ഇതെല്ലാം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി കാണിച്ചു കൂട്ടുക, അല്ലെങ്കിൽ പറ്റാവുന്നതിനേക്കാൾ അധികം ചെയ്ത് കിടപ്പിലാകും. ഇതിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് വേദന, ഷോൾഡർ പെയിൻ, നടുവേദന, മുട്ടുകാല് വേദന, കുറെ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാകും പലർക്കും. അവരെല്ലാം എന്ത് വ്യായാമങ്ങൾ ചെയ്യരുത്, എന്തു ചെയ്യണം, അത് തിരിച്ചറിയാൻ പഠിക്കുക. പാടില്ലാത്തത് പാടില്ല എന്ന് ആദ്യം പഠിക്കട്ടെ, അതിനുശേഷമാണ് എന്ത് ചെയ്യണമെന്ന് പഠിക്കേണ്ടത്. സോ ഇതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് ഞാൻ എല്ലാവരും കൊണ്ട് കൊടുപ്പിക്കുന്നത്. ഒരു 1-2 ആഴ്ച കൊണ്ട് പഠിപ്പിച്ചെടുത്താൽ, ഇത് കൃത്യമായിട്ട് ചെയ്യാൻ ശീലിപ്പിച്ചെടുത്താൽ നിങ്ങൾക്കത് ലൈഫ് ലോങ് ഹാബിറ്റ് ആവും. ഞങ്ങൾ എന്നും രാവിലെ ഞങ്ങൾ 100 കണക്കിന് ആൾക്കാർ എന്നും ഒരുമിച്ചാണ് വ്യായാമം ചെയ്തത്. ഞാൻ എൻ്റെ വീട്ടിൽ സൂം പ്ലാറ്റ്ഫോമിൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂം പ്ലാറ്റ്ഫോമിൽ. ട്രെയിനിങ്, കണ്ടിന്യൂഷൻ, മെയിൻ്റനൻസ്, ലൈഫ് ലോങ് ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് ഞങ്ങളുടെ പോളിസി ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. Audio